എല്ലാവർക്കും റിവ്യൂ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം KGF ചാപ്റ്റർ 1 നമ്മുടെ ഹാമർ ഫൈറ്റ് ഫുള്ളും കണ്ടു തീർത്തു. ഇനിയിപ്പോൾ അതിൽ നമുക്ക് റിയാക്ട് ചെയ്യാനായിട്ട് നല്ല ഭാഗങ്ങൾ വേറെ ഒന്നുമില്ല. നല്ല ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നമുക്ക് സലാർ സിനിമയിലെ നമുക്ക് ഇന്റർവെൽ ഫൈറ്റ് സീനാണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ അത് ഇപ്പോൾ ഒരു പാർട്ടായിട്ട് ചിലപ്പോൾ മിക്കവാറും 2 പാർട്ടായിട്ട് മിക്കവാറും അപ്ലോഡ് ചെയ്യുള്ളൂ. കാരണം അത് ഇത്തിരി വലിയ ഫൈറ്റാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഫൈസ് ഉണ്ട് അതിന്. എന്തായാലും 10 മിനിറ്റ് താഴെയുള്ള വീഡിയോയ്ക്ക് നമുക്ക് എന്തായാലും വ്യൂസ് വരുള്ളൂ. അതിന് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കണ്ടവരും കുറേ പേര് പറയുന്നുണ്ട് അതിന് മേളിലേക്ക് ലെങ്ത്തുള്ള വീഡിയോസ് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും 2 പാർട്ടായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സലാറിപ്പോലെ ഇന്റർവൽ ഫൈറ്റ് സീൻ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ആ ഇടയ്ക്ക് വെച്ചൊരു നല്ലൊരു അടിപൊളി ഫൈറ്റ് ഉണ്ട്, അതും കാണണം നമുക്ക്. പിന്നെ പറ്റാണി ക്ലൈമാക്സ് സീനും റിയാക്ട് ചെയ്തിടാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ് ചെയ്യുന്നതിനോട് സബും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഹാൻസ് ഇവിടെ ശ്രുതിഹാസനെ നമ്മൾ രക്ഷിക്കണ സീനാണ് നമുക്ക് ഇൻ്റർവെൽ സീന്. അപ്പോൾ അവിടെ തൊട്ടാണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ പ്രഭാസ് പണി നോക്കണം. ഈ സീൽ ഉണ്ടാക്കിയത് അവൻ തന്നെയാണ്. പിടിച്ചിരുന്നോ എൻ്റെ അമ്മ ഇവിടെ തൊട്ടങ്ങടെ പട്ടങ്ങടെ കൊളുത്തു അങ്ങോട്ട്. അതുവരെ ഇങ്ങനെ എന്നും പറഞ്ഞ പടം പോളൂ. ഒന്ന് മുറുകെ പിടിച്ചിരുന്നു. എൻ്റെ പൊന്നു, തിയേറ്ററിൽ കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പടത്തില്, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ. ഇത് സലാർ സീസൺ 1 ഇത് കഴിഞ്ഞ പാർട്ട് 1 കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത KGF 2 റിയാക്ട് ചെയ്യട്ടോ. പിന്നെ ലിയോ ഉണ്ട്. മലയാളത്തിൽ 2-3 പടങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം ഇതായി പോയി, ഒത്തിരി റിപ്പീറ്റ് വാലുള്ള. പിന്നെ തുടരുന്ന ക്ലൈമാക്സ് ഫൈസിന് പറ്റിയ റിയാക്ട് ചെയ്തിടാം ഞാൻ. പക്ഷെ എനിക്ക് മലയാളത്തെക്കാളും കൂടുതൽ വ്യൂസ് കിട്ടണം തമിഴിലും കന്നഡ പടത്തിൽ, അങ്ങനത്തെ പടത്തിലാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടണം എനിക്ക് റിയാക്ഷൻ വീഡിയോയ്ക്ക്. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ തുടരുന്ന ക്ലൈമാക്സ് ഫൈസിന് എന്തായാലും അടുത്ത റിയാക്ട് ചെയ്ത് നോക്കാം. അതിൽ വ്യൂസ് ഉണ്ടോ നമുക്ക് നോക്കാം, അതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെ എൻ്റെ അമ്മോ എന്ത് സീനാണ്. ബീജം എല്ലാം കൊണ്ട് പ്രശാന്തിന് ഉയ്യോ പൊളിച്ചടിക്ക്. പേടിച്ച് അവളെ എനിക്ക് എൻ്റെ അമ്മോ. ഇപ്പൊ ക്യാമറ കൂടെ അവന്റെ ആ സ്ഥിതി കാണും.
എന്റെ അമ്മോ, ഈ ടാറ്റു അടിക്കുന്ന ഒരു സീനുണ്ട് ഇതിനകത്ത്. എന്റെ അമ്മ എന്ത് കിട്ടില്ല സീനെന്നറിയോ. ഓ, നിന്നെ കൊല്ലാൻ വന്നവർക്കും നിന്റെ അച്ഛനും അവനും അവന്റെ അമ്മയ്ക്കും എനിക്കും ഈ സീലിനുമെല്ലാം തമ്മിൽ ഒരു ബന്ധമേ ഉള്ളൂ. ഖാൻ സാബ്. ആ സീൽ തടഞ്ഞാ പിന്നെ എന്താ നടക്കുകയെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എന്റെ ആ സീൽ എന്നറിയില്ലേ? പൃഥ്വിരാജിന്റെ ഇൻട്രോ കീട്ടിലുണ്ടോ? ദേവ ഇവരെങ്ങനെയാണോ തെറ്റി പിരിഞ്ഞതോ? അവനല്ലാതെ മറ്റാർക്കും അവരെ പറയാനാവില്ല. ദേവ. ഖാൻ സാർ ഒരുപാട് പേരുടെ കഥ മാറ്റിയുണ്ട്. പക്ഷേ ഖാൻ സാറിന്റെ കഥ മാറ്റിയത് രണ്ടുറ്റ സുഹൃത്തുക്കൾ. ബെത്ത ശത്രുക്കളായത്. അയ്യോ, ഇതിന്റെ പാർട്ട് 2 കട്ട വെയിറ്റിംഗ് കേട്ടോ, കട്ട വെയിറ്റിംഗ്. പ്ലാനിങ് വളരെ നന്നായില്ലേ? ഇനി അവര് രണ്ടുപേരും തമ്മിൽ യുദ്ധം നടക്കും. ആരെങ്കിലും ഒരാളെ ബാക്കിയുണ്ടാകും. ഖാൻ സാറിന്റെ തല. വരദരാജ മന്നാന്റെ തല. ഏറ്റവും കിടില സീന്. ഓക്കെ ഓക്കെ ഓക്കെ, കിടില സീൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സലാറിന്റെ അടിപൊളി സീൻ ഇതാട്ടോ. ഇതുകൊണ്ട് പിന്നെ നമ്മുടെ മറ്റേ പെൺകൊച്ചുങ്ങളെ രക്ഷിക്കേണ്ട സീനില്ലേ, അതും കിടില സീൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സീന് സലാറിൽ ഇതാണ്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് എന്തായാലും അതും കൂടി റിയാക്ട് ചെയ്യാൻ എൻ്റെ ഒന്നുകൂടി കാണണം എനിക്കത്. പിന്നെ നമുക്കിനി അടുത്ത് വേറെ സിനിമകളൊക്കെ ഓരോ കണ്ടു വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തായാലും റിയാക്ട് ചെയ്ത് തരാം. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് അപ്പം രണ്ട് പറഞ്ഞേക്കാനുള്ള ഇല്ല, കറക്റ്റ് 10 മിനിറ്റുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ അടിപൊളിയാക്കി കൊണ്ടുവരാം നമുക്ക് ഇനി. അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും സബ് ചെയ്യാം, ലൈക്ക് അടിക്കാം, കമൻറ്റ് ചെയ്യുക. എന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ, നമുക്ക് എന്തായാലും വീഡിയോയ്ക്ക് ഉണ്ടായ കുറവുകളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ഉണ്ടായാലും അറിയാൻ പറ്റുള്ളൂ നമുക്ക് എന്തൊക്കെ നമുക്ക് തിരുത്തേണ്ടത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോ പവറാക്കിയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.